നീയല്ലോ. ഏഴകളിൽ പാപം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുവോ, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37-ാം സങ്കീർത്തനം 6-ാം വാക്യം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. പ്രഭാതത്തിൻ്റെയും ഉച്ചസൂര്യൻ്റെയും വെളിച്ചം പോലെ ദൈവം നമ്മുടെ നീതിയും ന്യായവും വെളിപ്പെടുത്തുമെന്നാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ വെളിവാക്കുന്നത്. ഈ വാഗ്ദാനത്തിലൂടെ ദൈവത്തിൻ്റെ സത്യവും വിശ്വസ്തയും ആദ്യന്തമായി പ്രകടിപ്പിക്കുന്നു. ഈ വാക്യത്തെ നമുക്ക് വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യവുമായി ബന്ധിപ്പിക്കാം. യേശു പറയുന്നത്, മനുഷ്യൻ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കാണുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നാണ്. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാനുള്ള പ്രേരണയെ ചെറുക്കുവാനും പകരം ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നീതിയും ന്യായവും സജീവമായി പിന്തുടരുവാൻ ഈ വാക്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ നല്ല പ്രവൃത്തികൾ ചുറ്റുപാടുകളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയണം. നമ്മുടെ വഴി കർത്താവിൽ സമർപ്പിച്ച് അവനിൽ ആശ്രയിച്ച് അവൻ്റെ നീതി നമ്മിൽ വെളിപ്പെടുത്തുവാൻ ഈ നാളുകൾ നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക നീതിയും ന്യായവും പ്രതിഫലിപ്പിക്കുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.